ഞാൻ വളരെ ആവേശത്തോടാണ് ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്നത്. നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ഒരു റേഞ്ച് എക്സ്റ്റൻഡർ കാർ കൊണ്ടുവരാണ്. എന്താ റേഞ്ച് എക്സ്റ്റൻഡർ ഞാൻ പറഞ്ഞുതരാം. ഇത് ഇന്നത്തെ പുതിയ സെൻസേഷൻ ആയിട്ടുള്ള റോക്സ് എന്ന SUV ആണ്. ഇത് ചൈനീസ് ബ്രാൻഡാണ്. വളരെ ലക്ഷറി ആയിട്ടുള്ള ഒരു SUV ആണ്. ഈ ഒരു SUVയുടെ ഒരു ഫസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസ് ഞാൻ കൊണ്ടുവരുന്നത്. ഓൺ മൈ ഫ്രൈലേഴ്സ്, വെൽക്കം ടു ഫ്ലൈവീൽ. സോ ഫസ്റ്റ് റോക്സ് മോട്ടോഴ്സ് ചൈനയിൽ നിന്നുള്ള പുതിയ ഒരു കാർ ബ്രാൻഡാണ്. 140-ലേറെ കാർ ബ്രാൻഡ്സാണ് ചൈനയിലുള്ളത്. കേൾക്കുമ്പോൾ തന്നെ എനിക്ക് കൺഫ്യൂഷൻ ആവും ഏതിൻ്റെ അണ്ടറിൽ വരുന്നെന്നുള്ള. എന്തായാലും ഇപ്പോൾ അത് നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ നിൽക്കില്ല. റോക്സ് മോട്ടോഴ്സിൻ്റെ ഫസ്റ്റ് വണ്ടിയാണ് ഈ ലക്ഷറി SUV. 2 വേരിയൻ്റ് ആയിട്ട് വരുന്നത്. എന്തായാലും ഇത് വളരെയധികം പോപ്പുലറായിട്ട് വരുന്ന ഒരു SUV ആണ്. അതിന് കാരണമുണ്ട്, അത് റേഞ്ച് എക്സ്റ്റൻഡറാണ്. സാധാരണ നമുക്ക് ഹൈബ്രിഡ് സിസ്റ്റത്തിനെ കുറിച്ച് അറിയാം. ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മെയിനായിട്ടൊരു എഞ്ചിൻ ഉണ്ടാവും. എഞ്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് മോട്ടറും ഉണ്ടാവും. ഇവിടെ അതേ വേ ആണ്. അതിൽ മെയിനായിട്ടുള്ളത് ഇലക്ട്രിക് മോട്ടറാണ്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന എഞ്ചിൻ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ബാറ്ററി റീചാർജ് ചെയ്യാനുള്ള ജനറേറ്ററായിട്ട്. ഈ ഒരു സംഗതി ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതിന് ഏതായാലും 500 HP പവർ ഉണ്ട്. 1000-ലേറെ റേഞ്ച്, 1000 ആണ് ഒരു ക്ലെയിം ചെയ്യുന്ന റേഞ്ച്. ആ ഒരു പവറും ആ ഒരു റിഫൈൻമെൻറ്റും പ്ലസ് കുറച്ച് കാര്യങ്ങൾ ഉള്ളിലുള്ളതും വെച്ച് നോക്കുമ്പോൾ ഇവിടെ എല്ലാം ഭയങ്കര പോപ്പുലറായിട്ട് വരുന്ന ഒരു വണ്ടിയാണിത്. വളരെ വലിയ പേഴ്സണാലിറ്റീസ് ഷെയ്ഖുമാരെല്ലാം തന്നെ അത് ഉപയോഗിക്കുന്ന കാണുന്നുണ്ട്. അതിനുള്ള കാരണങ്ങളെല്ലാം ഉണ്ടോ എന്ന് നമുക്കിതിനെ നോക്കാം. എന്തായാലും ഇതൊരു ഫസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസ് ആണ്. പെട്ടെന്ന് കിട്ടി, സണ്ണ് പോകുന്നതിന് മുമ്പ് ചെയ്യാണ്. നമ്മളൊരു ഫസ്റ്റ് ഡ്രൈവ് മാത്രമായിട്ട് കാണാൻ മതി. എന്തായാലും വേറൊരു എക്സ്പീരിയൻസ് ഞാൻ കൊണ്ടുവരും. ഇന്നിപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് നോക്കാം. സാധാരണ ചൈനീസ് ബ്രാൻഡിൽ നമ്മൾ കാണുന്നതാണ് വളരെയധികം ഡിസൈന് പ്രോമിനൻസ് കൊടുക്കാറുണ്ട്. വിയേർഡായിട്ടുണ്ടാവും, ചിലത് ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ളതുണ്ടാവും, ചിലത് വളരെ മൈൽഡായിട്ടുണ്ടാവും. ഇതൊരു ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാലൻസ് ഡിസൈനായിട്ട് എനിക്ക് തോന്നുന്നു. ഫസ്റ്റ് ഹൈലൈറ്റ് വരുന്ന ഈ ഒരു റോക്സിൻ്റെ ലോഗോ ആണ്. F പോലെ തോന്നുന്നു, പക്ഷെ ഇത് R എന്നാണ് പറയുന്നത്. എനിവേ വേറെ ഒന്നുമില്ല എലമെൻറ്റ്സ് ഒന്നും. ഇവിടെ മെഷ് ഗ്രില്ല് വന്നിട്ടുണ്ട്. കീ വിട്ട് നല്ല ലോക്കാവുന്നതാണ്. ഇവിടെ എയർ വെൻ്റെല്ലാം കാണാം. അതേപോലെ തന്നെ DRലും ഉണ്ട്, LED ലൈറ്റും ഉണ്ട്. അതെല്ലാം ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു ബോക്സി ഡിസൈനാണ്. പെട്ടെന്ന് നമുക്ക് ഓർമ്മപ്പെടുത്തൽ ഒക്ടൺ എല്ലാം പോലെയാണ്. അത്രയും ഒരു എലമെൻറ്റ്സ് ഉള്ളത്. ഇതൊരു മാറ്റ് വൈറ്റ് കളറാണ്. ഈ ഒരു ബോൾഡായിട്ട് നിൽക്കുന്ന ഹുഡും കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ കുറവ് എലമെൻറ്റ്സ് ഒന്നും കൊടുത്തില്ല. ഫ്രണ്ടിൽ നിന്ന് തന്നെ കാണുമ്പോൾ വീൽ ആർച്ചിൻ്റെ ബൾജിനെസ്സും കാണാം. അപ്പോൾ ഒരു SUV ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ ഒരു മാസ് ഫീൽ കിട്ടുന്ന രീതിയിൽ തന്നെയുള്ള, എന്നാലും ഒരു സട്ടിൽ ഫേസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഐ ലൈക്ക് ദ സിംപ്ലിസിറ്റി. സൈഡ് പ്രോപ്പർ ഒരു SUV സ്റ്റാൻസ് അല്ല, അപ്രൈറ്റ് ആണ്. വലിയൊരു ഗ്രീൻ ഹൗസ് ഉണ്ട്, അത്രയും വലിയ ഗ്ലാസും അതിനനുസരിച്ചുള്ള ബോഡി പോർഷൻ ഉണ്ട്. കൂടുതൽ എലമെൻറ്റ്സ് ഒന്നുമില്ല. വീൽ ആർച്ചസ് കാണാം. ഫ്രണ്ടിൻ്റെ മേലൊരു എലമെൻറ്റ് ഉണ്ട്. വലിയ സൈഡ് വ്യൂ മിറർ, ചെറിയ റൂഫ് റെയിലുണ്ട്. അതേപോലെ തന്നെ വലിയ വിൻഡോസ് കാണാം. സെക്കൻഡ് ഡോർ കുറച്ച് വലുതാണ്. അതിന് റീസൺ ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് റിയറിലെത്തുമ്പോഴേക്ക് ആ ഒരു സ്പെയർ വീലിൻ്റെ പോർഷനിൽ കാണുമ്പോൾ ഒരു പ്രോപ്പർ SUV സ്റ്റാൻസ് ഉണ്ട്. എന്തായാലും 5.3 മീറ്ററോളം ഇതിൻ്റെ ലെങ്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ വണ്ടിയല്ല, അത്യാവശ്യം വലിയ വണ്ടിയാണ്. പിന്നെ ഡോർ തുറക്കുമ്പോൾ നമുക്ക് കാണാം ഫിറ്റായിട്ട് വരുന്ന സ്റ്റെപ്പും ഉണ്ട്. സോ അതും ഒരു SUV എലമെൻറ്റ്. ഒരു സിമ്പിളായിട്ടുള്ള തന്നെ റിയർ പോർഷനും വരുന്നത്. വെർട്ടിക്കൽ ലൈറ്റ് ഉണ്ട്. പിന്നെ വലിയൊരു ഗ്ലാസ് പോർഷൻ ഉണ്ട്. ബ്ലാക്ക് ഔട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഒരു SUV ക്യാരക്ടറായിട്ടുള്ള ഒരു സ്പെയർ വീൽ വരുന്നുണ്ട്. സൈഡ് ഹിഞ്ച് ഡോറാണ്. അതും തന്നെ നമ്മൾ ഡിഫറെൻ്റ് ലെവൽ ഒരു സൈഡിൽ വെച്ചാൽ നിൽക്കും. പിന്നെ ഇതൊരു പർപ്പസ്ഫുള്ളി ബിൽഡ് വെഹിക്കിളാണ്. നമുക്ക് കാണാൻ കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. ചൈനീസ് എഴുത്താണ്, എന്താ മനസ്സിലല്ല. എന്തായാലും ഇവിടെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ടോർച്ച് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ ടേബിളുണ്ട്. ഈ ടേബിളും ടോപ്പ് ടേബിൾ എല്ലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതല്ലാതെ തന്നെ വലിയൊരു ടേബിളുണ്ട്. ഇത് നമുക്ക് ഉപയോഗിക്കാം. ഇത് റിമൂവ് ചെയ്യാനും പറ്റും. പോലത്തെ ഇവിടെ വാട്ടർ ബോട്ടിലുണ്ട്. നമുക്ക് ചാർജ് ചെയ്യാൻ എലമെൻ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ലൈറ്റ് ബാർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വേറെ യൂസ് ചെയ്യുന്ന ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലെഗാവും. ഇത് ലെഗായാൽ നമുക്ക് ടേബിളായിട്ട് യൂസ് ചെയ്യാനും പറ്റും. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ ഒരു പർപ്പസ്ഫുള്ളി ബിൽഡ് ചെയ്തിട്ടുള്ളതാണ്. ഇതെല്ലാം സ്റ്റാൻഡേർഡായിട്ട് വരുന്നതാണ്. അത്യാവശ്യം ബൂട്ട് സ്പേസ്, 3rd റോ സീറ്റ് മുടക്കി കഴിഞ്ഞാൽ അത്രയും സ്പേസ് ലഭിക്കും. സോ എന്ത് തോന്നുന്നു ഈ SUVനെ കുറിച്ചിട്ട്? ഈ വീലെല്ലാം വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് SUV ക്യാരക്ടർ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നില്ല കമൻറ്റിൽ പറയും. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ശരിക്കും ഞാൻ സർപ്രൈസ് ആയത് വളരെ റൂമി ആയിട്ടുള്ള, ഫ്ലഷി ആയിട്ടുള്ള, നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു ഇൻറ്റീരിയറാണ്.
ഇപ്പോൾ നമുക്കറിയാം പല വണ്ടികളും BYD പോലത്തെ വണ്ടികളെല്ലാം നമ്മൾ കാണുന്നുണ്ട് ക്വാളിറ്റിയെല്ലാം. അതേപോലെ തന്നെ 2 സ്ക്രീനാണ് മെയിൻ എലമെൻറ്റ്. ട്വിസ്റ്റ് ചെയ്യുന്ന കാര്യമൊന്നും ഇവിടെ കണ്ടിട്ടില്ല. പക്ഷേ വലിയ സ്ക്രീനാണ് ഈ ഒരു ഇൻഫർടൈൻമെൻറ്റിലെ എല്ലാ കൺട്രോളും അതിലുള്ളത്. അതൊരു ഡിബേറ്റബിൾ ആണ്. എനിക്ക് സ്വിച്ചസ് ഉണ്ടാകുന്നതാണ് ബെറ്റർ എന്ന് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്ക്രീൻ ശരിക്കും ഇൻഫോർമേറ്റീവ് ആണ്. അതിലിപ്പം ആൾ നടന്നു പോകുന്ന ടെസ്റ്റിലെല്ലാം കണ്ട വരുന്ന എലമെൻറ്റ്സിൽ നമുക്കിവിടെ കാണാം. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു സൗണ്ട് സിസ്റ്റം വരുന്നുണ്ട്. സീറ്റിൻ്റെ എല്ലാം ക്വാളിറ്റി, അതിൻ്റെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ്, കളർ കോമ്പിനേഷൻ എല്ലാം തന്നെ റിയലി അട്രാക്റ്റഡ് ആണ്. നല്ലൊരു സീറ്റുമാണ്, നല്ല സപ്പോർട്ടീവ് സീറ്റാണ്. വെന്റിലേറ്റഡും അതുപോലെ തന്നെ ഹീറ്റ് ചെയ്യാനും പറ്റും. 2 ഫോൺ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ കപ്പ് ഹോൾഡർ ഉണ്ട്, ഗിയർ ലിവർ നോബ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, അതിനേറെ വരെ സ്പേസ് ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു സൺറൂഫ് ഫ്രണ്ടിൽ കാണാം, അത് ഫ്രണ്ട് സീറ്റിൽ മാത്രമുള്ളതാണ്. പിന്നെ ബാക്കിലേക്ക് വേറൊരു സൺറൂഫും കൂടെ സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പാനോറമിക് സൺറൂഫാണ് ബേസിക്. ഐ എം സർപ്രൈസ് വിത്ത് ദ ക്വാളിറ്റി. നല്ല സ്റ്റിയറിംഗ് വീൽ എല്ലാം തന്നെ ടച്ച് ആൻഡ് ഫീൽ ഇസ് റിയലി ഗുഡ്. ഇനി ഒരു ഗ്രാബ് ഹാൻഡിൽ ഉണ്ട്, നമുക്ക് കയറുമ്പോൾ എല്ലാം ഹൈറ്റ് തോന്നിയാൽ ഉപയോഗിക്കാൻ വേണ്ടി. നേരത്തെ പറഞ്ഞ ഒരു മെയിൻ റീസൺ റോക്സ് ആൾ സെലക്ട് ചെയ്യാൻ റിയർ പോർഷനാണ്, സെക്കൻഡ് റോ. അതിനാണ് വലിയ ഡോറുള്ള ക്ലൈം സ്റ്റെപ്പെല്ലാം. അത് കഴിഞ്ഞാൽ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഈ വെൽഫെയറിലെല്ലാം കാണുന്ന പോലത്തെ ലക്ഷറിയസ് ആയിട്ട് 2 സീറ്റുകൾ, അത് ശരിക്കും ഞാൻ എക്സൈറ്റഡ് ആയിപ്പോയി. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവിടെ നിന്നും. അതിൽ നമുക്ക് ഫ്രണ്ടും ബാക്കും അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ കാഫ് സപ്പോർട്ടെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ റിക്ലൈനിങ്ങും കാര്യം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സീറ്റ് അടക്കം റിക്ലൈൻ ചെയ്യുന്ന വരും. ഇതിൻ്റെ എല്ലാം പുറമേ നമുക്ക് ഹീറ്റിംഗ് കൂളിംഗ് ചെയ്യാം. ലാസ്റ്റ് ഫൈനലി ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ലക്ഷറി SUVസും അതുപോലെ തന്നെ ലക്ഷറി കാർസിലെല്ലാം കാണുന്ന പോലെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റും. ഇത്രയും സ്പേസ് ലഭിക്കും. ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പുറമെ ഹീറ്റിംഗ് കൂളിംഗ് ചെയ്യാം. ഈ ഒരു വലിയൊരു സൺറൂഫ് തുറക്കാം. അത്രയും വലിയൊരു പാനോറമിക് സൺറൂഫ് ഉണ്ട്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ലക്ഷറിയസ് ആയിട്ടുള്ള റൈഡ് തന്നെ ചെയ്യാം. നമുക്ക് സംസാരിക്കാൻ വേണ്ടി തിരിച്ച് പൊസിഷനിലേക്ക് വരാം. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കപ്പ് ഹോൾഡർ ഉണ്ട്, അതുപോലെ തന്നെ മറ്റൊരു എലമെൻറ്റ്സ് ഉണ്ട്. ഈ സീറ്റ് നമുക്ക് ഇൻഡിവിജ്വലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺസ് ഉണ്ട്. AC കൂളിംഗ് കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ USB-C ചാർജർ എല്ലാം വരുന്നുണ്ട്. 3rd റോ സീറ്റ് ഉണ്ട്. 3rd റോ 2 കുട്ടികൾക്കായിരിക്കും നല്ലത്. അതുകൊണ്ട് ഞാൻ കയറാൻ തന്നെ നിൽക്കുന്നില്ല. ഇത്രയും വലിയ പാനോറമിക് സൺറൂഫ് അവർക്കും യൂസ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു കാര്യത്തിലാണ് പല വലിയ ലക്ഷറി SUVകളെയും കോമ്പീറ്റ് ചെയ്യുന്നൊരു കാര്യം റോക്സ് കൊണ്ടുവന്ന് അത് ശരിക്കും ഇവിടെ ഹിറ്റായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങളെ തന്നെ എൻ്റർടൈൻ ചെയ്യാൻ ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട്. ഒരു ടച്ച് ഓഫ് ബട്ടണിൽ താഴേക്ക് വരും. പല വണ്ടികളിലും നമ്മൾ കണ്ട പോലെ തന്നെ അത് തുറന്നു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള വീഡിയോസോ മൂവിയെല്ലാം കണ്ടുകൊണ്ട് വീട്ടിലേക്ക് പോകാം. ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ എത്ര ലക്ഷറീസ് ആയി നിങ്ങൾക്ക് തോന്നുന്നു? കമൻറ്റിൽ പറയും. സോ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഇലക്ട്രിക്കലാണുള്ളത്. ഫസ്റ്റ് പ്രൊഡോമിനൻ്റ്ലി ഇലക്ട്രിക്കലാണ് പോകുന്നത്. ഇലക്ട്രിക്കിൻ്റെ റിഫൈൻമെൻറ്റ് നിങ്ങൾക്ക് കാണാം. 500 HP ആണ് പവർ ടോട്ടൽ. അതേപോലെ തന്നെ 740 Nm ടോർക്ക് ഉണ്ട്. ക്ലെയിം ചെയ്യുന്ന 1100 സംതിങ് കിലോമീറ്റർ റേഞ്ച്. പക്ഷേ 1000 എല്ലാം കിട്ടുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അത് വലിയൊരു ഫാക്ടർ തന്നെയാണ്. ബട്ട് ഈ വണ്ടി ഇഷ്ടപ്പെടാനുള്ള കാരണം അത് മാത്രമല്ല എനിക്ക് മനസ്സിലായി. ഞാൻ കാണിച്ചിരുന്ന ലക്ഷറിയസ് ഫീച്ചറുണ്ട്, റിഫൈൻമെൻ്റ് ഉണ്ട്, കംഫർട്ട് ഉണ്ട്. അതിൽ തന്നെ ഏതൊരു ഇലക്ട്രിക് കാർ പോലെ അത്യാവശ്യം പവർഫുള്ളാണ്. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഒരു സ്ട്രെച്ച് കിട്ടിയാൽ ചോയ്യോ, വാവ്. ഏത് ഇലക്ട്രിക് കാറിലെ പോലെ തന്നെ ആ പവർഫുൾ ഫീല് അടിപൊളിയാണ്. മെയിൻ സംഗതി എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇതിൻ്റെ റിഫൈൻമെൻറ്റ് ഒന്ന്. കുറച്ച് റോഡ് നോയ്സ്, റോഡിനല്ല പുറത്തുള്ള അറ്റ്മോസ്ഫിയറിക് നോയ്സ് വരുന്നുണ്ട്. പക്ഷേ ടയർ എന്നുള്ള റോഡ് നോയ്സോ ഒന്നും വരുന്നില്ല. റാറ്റ്ലിംഗ് ഇല്ല. കംഫർട്ടബിൾ സസ്പെൻഷനാണ്. റേഞ്ച് റോഡിൽ കാണുന്ന ഒരു ഫീലുണ്ട്. ബട്ട് നമുക്ക് ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചല്ലോ ചെറിയ ഒരു റോഡിൻ്റെ ഒരു സർഫസ് അറിയുന്ന പോലെ ഫീലുണ്ട്. പിന്നെ നമുക്ക് ഒരു ടയറിനും സ്റ്റിയറിങ്ങിനും ഉള്ള പക്ഷേ ഒരു കംഫർട്ട് കുറയുന്ന കാര്യമില്ല. അപ്പോൾ ഇതെല്ലാം കണ്ടില്ലേ, നമ്മൾ കംഫർട്ട് കുറയില്ല പക്ഷേ ചാടി എന്നുള്ളത് അറിഞ്ഞു. സ്റ്റിയറിങ്ങും പ്രിസൈസാണ്, നല്ല ബ്രേക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നാൽ ഇവിടുത്തെ പ്രൈസ് പറഞ്ഞാൽ 3 ലക്ഷം ദിർഹംസാണ്. നാട്ടിലൊരു 75 ലക്ഷം രൂപയുള്ള വണ്ടിയാണ്. എന്തായാലും ഇവിടെ ഈ ഒരു മാർക്കറ്റിൽ ഇതിനൊരു പ്രോമിനൻസ് വരാനുള്ള കാരണങ്ങൾ ഇതാണ് എനിക്ക് മനസ്സിലായി. ഇത്രയും കാര്യം ഫീച്ചേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. എന്തായാലും ആളുകൾ ട്രൈ ചെയ്യുന്നതും ഇഷ്ടപ്പെടുന്നതും വെറുതെ അല്ല. നിങ്ങൾ ഈ ഒരു മാർക്കറ്റിലാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. ഇവിടെ ഒഫീഷ്യലല്ല, പക്ഷെ നമുക്ക് മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആണ്. ഷോറൂമില്ലാന്നാണ് മനസ്സിലാക്കില്ല. അങ്ങനെയാണ് കാർ മാർക്കറ്റിൽ നിങ്ങൾക്ക് വണ്ടി കിട്ടും. എന്തായാലും കൺസിഡർ ചെയ്യേണ്ട ഒരു വണ്ടി തന്നെയാണ്. ഇന്നിപ്പം പെട്ടെന്ന് കിട്ടിയതാണ് വണ്ടി, അതുകൊണ്ട് കുറച്ച് സമയം കൊണ്ട് ഞാൻ കവർ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് വണ്ടി തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ഒരു എക്സ്പീരിയൻസ് ചെറുതാണ്, എങ്ങനെ ഉണ്ടായിരുന്നുള്ള കമൻറ്റിൽ പറയാം. എല്ലാം വീഡിയോ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. ഫ്രണ്ട്സിനായിരിക്കും കാണുന്നുണ്ടെങ്കിൽ അവർക്കത് ഷെയർ ചെയ്യുക.
നമ്മളേതായാലും പറ്റാവുന്ന പോലെ എല്ലാ നല്ല വണ്ടികളും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു വണ്ടി കൂടെ കൊണ്ടുവന്ന് ഇനിയും ഇത്ര വണ്ടികൾ കൊണ്ടുവരാൻ നിങ്ങൾ പ്രോത്സാഹനം വേണ്ടി ലൈക്ക് ചെയ്തിട്ടും ഷെയർ ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ചെയ്തു തരണം. അപ്പോൾ നമുക്ക് കൂടുതൽ വണ്ടി കൊണ്ടുവരാൻ സാധിക്കും. എന്തായാലും അടുത്ത തവണ മറ്റൊരു എക്സൈറ്റിംഗ് മിഷനായിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്.